നമസ്കാരം. നമ്മൾ വരാൻ പോകുന്ന എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2023 വേർഡായിട്ട് തിരഞ്ഞെടുത്ത വാക്ക് ഏതാണ്? ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2023 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഏതായിരുന്നു? ഓപ്ഷൻ എ റിസ് ഉണ്ട്, അതുപോലെ ഇംപ്ലോഡ് ഉണ്ട്, കണക്ഷൻ ഉണ്ട്, ഹലൂസിനേറ്റ് ഉണ്ട്. ഏതാ? റിസ്സാണ്. ഓപ്ഷൻ എ റിസ്സാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2023 വാക്കായിട്ട് തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ ചോദ്യം, ലൂക്ക് ജെറമിൻ്റെ ലോക പ്രശസ്ത സൃഷ്ടിയായിട്ടുള്ള മ്യൂസിയം ഓഫ് ദ മൂൺ കേരളത്തിൽ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? ലൂക്ക് ജെറമിൻ്റെ ലോക പ്രശസ്ത സൃഷ്ടിയായിട്ടുള്ള മ്യൂസിയം ഓഫ് ദ മൂൺ കേരളത്തിൽ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? എവിടെയാ? തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലാണ് ലൂക്ക് ജെറമിൻ്റെ ലോകപ്രശസ്തമായ സൃഷ്ടിയായിട്ടുള്ള മ്യൂസിയം ഓഫ് ദ മൂൺ കേരളത്തിൽ പ്രദർശിപ്പിച്ചത്. മൂന്നാമത്തെ ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാ? കൊൽക്കത്തയാട്ടോ. ഓപ്ഷൻ എ കൊൽക്കത്തയാണ് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം. ഏതാ? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്ന് വെച്ചാൽ അത് കൊൽക്കത്തയാണ്. നാലാമത്തെ ചോദ്യം, 2023 ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? 2023 ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? അമേരിക്കൻ ഗായികയായിട്ടുള്ള ടെയ്ലർ സ്വിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ടെയ്ലർ സ്വിഫ്റ്റ് ആയിരുന്നു 2023 ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗാസയിൽ വെടിനിർത്തലിനായിട്ട് UN ചാർട്ടറിലെ ഏത് അനുച്ഛേദമാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പ്രയോഗിച്ചത്? ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ, അതായത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഗാസയിൽ വെടിനിർത്തലിനായിട്ട് UN ചാർട്ടറിലെ ഏത് അനുച്ഛേദമാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പ്രയോഗിച്ചത്? ഏതാ? 99 ആണ്. ഓപ്ഷൻ ബി ആണ് അനുച്ഛേദം 99. അപ്പോൾ ഇത്രയും പഠിച്ചൊന്നുകൂടി നോക്കാം നമുക്ക്. അതായത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ 2023 വേർഡായിട്ട് തിരഞ്ഞെടുത്തത് ഏതായിരുന്നു? റിസ് ആണ്. റിസ്. ലൂക്ക് ജെറമിൻ്റെ ലോക പ്രശസ്ത സൃഷ്ടിയായിട്ടുള്ള മ്യൂസിയം ഓഫ് ദ മൂൺ കേരളത്തിൽ എവിടെയാണ് പ്രദർശിപ്പിച്ചത്? അത് തിരുവനന്തപുരം ജില്ലയിലെ കനകക്കുന്നിലാണ്. അതുപോലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണെന്ന് വെച്ചാൽ ഏതാ? കൊൽക്കത്തയാണ്. 2023 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആരെയാ? അമേരിക്കൻ പോപ്പ് ഗായികയായിട്ടുള്ള ടെയ്ലർ സ്വിഫ്റ്റ് ആണ്. അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗാസയിൽ വെടിനിർത്തലിനായിട്ട് UN ചാർട്ടറിലെ ഏത് അനുച്ഛേദമാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഏതാ? 99 ആണ്. ഇനി ആറാമത്തെ ചോദ്യം, ഫോബ്സ് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വനിത ആരാണ്? ഫോബ്സ് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വനിത ആരായിരുന്നു? ഒന്നാമതെത്തിയത് ഉർസുല വോണ്ടർ ലൈൻ അല്ലെ. ഉർസുല വോണ്ടർ ലൈൻ ആണ്. ഓപ്ഷൻ ഡി ഉർസുല വോണ്ടർ ലൈൻ. ആരായി ഉർസുല വോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു ജർമ്മൻ ഫിസിഷ്യനാണ്, അതേപോലെ അവിടെ രാഷ്ട്രീയ പ്രവർത്തകയും കൂടിയാണ് കേട്ടോ. ജർമ്മനിയിലെ രാഷ്ട്രീയ പ്രവർത്തകയും കൂടിയാണ് ആര്? ഉർസുല വോണ്ടർ. അതിനൊക്കെ ഉപരി യൂറോപ്യൻ യൂണിയൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാ? ഉർസുല വോണ്ടർ ആണ് കേട്ടോ. യൂറോപ്യൻ യൂണിയൻ്റെ നിലവിലെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാ? നമ്മുടെ ഉർസുല വോണ്ടർ ആണ്. അപ്പോൾ എന്താ പ്രത്യേകത? ഫോബ്സ് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയ വനിത കൂടിയാണ് ആര്? ഉർസുല വോണ്ടർ എന്ന് പറയുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം, സിയാച്ചിനിൽ നിയമിതനായ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണ്? സിയാച്ചിൽ നിയമിതയായ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ആരായിരുന്നു? ക്യാപ്റ്റൻ ഗീതിക കൗൾ അല്ലെ. ക്യാപ്റ്റൻ ഗീതിക കൗളാണ്. എട്ടാമത്തെ ചോദ്യം, ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും UPI വഴി നടത്തുന്ന ഇടപാടുകളുടെ വർദ്ധിപ്പിച്ച പരിധി എത്രയാണ്? ഹോസ്പിറ്റലുകളിലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മൾ UPI വഴി അല്ലെ, ഗൂഗിൾ പേയും പേടിഎം ഒക്കെ വഴി നൽകുന്ന ഈ ഇടപാടുകളുടെ വർദ്ധിപ്പിച്ച പരിധി എത്രയാണ്?
UPI എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ് കേട്ടോ. UPIൻ്റെ ഫുൾ ഫോം എന്താ? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ആണ്. എത്രയായി വർദ്ധിപ്പിച്ച പരിധി എന്ന് പറയുന്നത്? 5 ലക്ഷം രൂപയാണ് കേട്ടോ. ഓപ്ഷൻ ബി 5 ലക്ഷം രൂപയാണ്. ഹോസ്പിറ്റലുകളിലും അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മൾ UPI വഴി നടത്തുന്ന ഇടപാടുകളുടെ വർദ്ധിപ്പിച്ച പരിധിയാണ് ഇത്ര 5 ലക്ഷം എന്ന് പറയുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീകൾക്കായിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേരെന്താണ്? കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേര് എന്താ? കനിവാണ് കേട്ടോ. കനിവ്. ഓപ്ഷൻ ഡി കനിവാണ്. എന്താ? കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് ഇത് കനിവ് എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ചോദ്യം, സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഏതാ? നമ്മുടെ കേരളമാണ് കേട്ടോ. ഓപ്ഷൻ ഡി കേരളമാണ്. സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് ഇത് കേരളം എന്ന് പറയുന്നത്. രണ്ടാമതെത്തിയ സംസ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുജറാത്താണ് കേട്ടോ. ഒന്നാമതെത്തിയത് നമ്മുടെ കേരളവും രണ്ടാമതെത്തിയത് ഏതാണെന്ന് വെച്ചാൽ ഏതാ? ഗുജറാത്താണ്. അപ്പോൾ നമ്മൾ 5 ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞ 5 ക്വസ്റ്റ്യനും കൂടി നോക്കാം. എന്താ? ഇസ്രായേൽ അത് പറഞ്ഞു. നമ്മൾ ഫോബ്സ് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ആരാന്ന് നമ്മൾ പറഞ്ഞു? ഉർസുല വോൺ ഡെർ ലെയൻ ആയിരുന്നു. അവരുടെ പ്രത്യേകത എന്താ? ഒന്ന്, യൂറോപ്യൻ യൂണിയൻ്റെ നിലവിലെ പ്രസിഡന്റാണ് ആര്? ഉർസുല വോൺ ഡെർ ലെയർ എന്ന് പറയുന്നത്. സിയാച്ചിനിൽ നിയമിതനായ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാ? ക്യാപ്റ്റൻ ഗീതിക കൗള്. അതുപോലെ ഹോസ്പിറ്റലുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും UPI വഴി നടത്തുന്ന ഇടപാടുകളുടെ വർദ്ധിപ്പിച്ച പരിധി എത്രയാണെന്ന് വെച്ചാൽ എത്രയാ? 5 ലക്ഷം രൂപയാണ്. അതുപോലെ കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേരാണ് എന്ത്? കനിവ് എന്ന് പറയുന്നത്. സർക്കാർ സ്കൂളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ രാജ്യത്ത് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഏതാ? കേരളമാണ്. എത്രയാ? 94.6%. അതുപോലെ രണ്ടാമതെത്തിയ സംസ്ഥാനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗുജറാത്താണ്. ഇനി 11ാമത്തെ ചോദ്യം, അടുത്തിടെ 45 കോടി രൂപക്ക് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട കൃഷ്ണനും രുക്മിണിയും അതുപോലെ രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, ദത്താത്രേയ എന്നീ ചിത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? അടുത്തിടെ 45 കോടി രൂപക്ക് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട കൃഷ്ണനും രുക്മിണിയും അതുപോലെ രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, ദത്താത്രേയ എന്നീ ചിത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? ആരതാ? രാജാ രവിവർമ്മയാണ് കേട്ടോ. ഓപ്ഷൻ ബി രാജാ രവിവർമ്മ. അപ്പോൾ ചിത്രങ്ങൾ ഓർത്തു വെക്കുക. രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, അതുപോലെ കൃഷ്ണനും രുക്മിണിയും അതുപോലെ ദത്താത്രേയ. ഈ ചിത്രങ്ങളൊക്കെ ആരതാ? രാജാ രവിവർമ്മ. എന്താ പ്രത്യേകത? ഈ അടുത്തിടെ 45 കോടി രൂപക്കാണ് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ടത്. ഇനി 12ാമത്തെ ചോദ്യം, കേരളത്തിലെ മൃഗശാലകളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിൽ മൃഗശാലകളിൽ മൃഗ ഹോസ്പിറ്റൽ കേട്ടോ, മൃഗശാലകളിലല്ല മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ ആണ് കേട്ടോ. ഓപ്പറേഷൻ വൈറ്റ് സ്കാന്. രണ്ടും ഒരേ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്ന പേരിലാട്ടോ അറിയപ്പെടുന്നത്. 13ാമത്തെ ചോദ്യം, 2023 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൻ്റെ അതായത് ഡിസംബർ 10 പ്രമേയം എന്താണ്? 2023 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? എന്താ? എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നുള്ളതാണ് കേട്ടോ. 2023 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയമാണെന്ത്? എല്ലാവർക്കും സ്വാതന്ത്ര്യം, അതുപോലെ സമത്വം, നീതി എന്നുള്ളത്. ഇനി ചോദ്യക്കോഴ വിവാദത്തെ തുടർന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആരായിരുന്നു? ചോദ്യക്കോഴ വിവാദത്തെ തുടർന്ന് ഈയിടെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആരായിരുന്നു? മഹുവ മൈത്രയാണ് കേട്ടോ. മഹുവ മൈത്ര. ഓപ്ഷൻ ബി മഹുവ മൈത്ര. ചോദ്യക്കോഴ വിവാദത്തെ തുടർന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂലിൻ്റെ MP ആണ് ആര്? മഹുവ മൈത്ര. 15ാമത്തെ ചോദ്യം, 2023 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ വ്യക്തി ആരായിരുന്നു? 2023 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് ആരാണ്?
ആരാ? വനൂര കഹിയോ ആണ് കേട്ടോ. വനൂരി കഹിയോ. ഓപ്ഷൻ ഡി വനൂരി കഹിയോ. അപ്പോൾ 2023 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയതാര? വനൂരി കഹിയോ ആണ്. അതുപോലെ ചോദ്യക്കോഴ വിവാദത്തെ തുടർന്ന് ലോക്സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആണ് ആര്? മഹുവ മൈത്ര. 2023 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താ? എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഇത്? ഓപ്പറേഷൻ വൈറ്റ് സ്കാന്. പിന്നെ അടുത്തൊരു 45 കോടി രൂപക്ക് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട കൃഷ്ണനും രുക്മിണിയും അതുപോലെ രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, ദത്താത്രേയ എന്നീ ചിത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? രാജ രവിവർമ്മയുടെ സൃഷ്ടിയാണ്. ഇനി 16ാമത്തെ ചോദ്യം. 2024 ജനുവരി മാസത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായ സ്റ്റേഡിയം ഏതാണ്? 2024 ജനുവരി മാസത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നതല്ല, വേദിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ജനുവരിയിൽ കഴിഞ്ഞതാണ്. വേദിയായത് എവിടെയാണ് വേദിയായത്? കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഹബ്ബായിരുന്നു കേട്ടോ. ഓപ്ഷൻ സി കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലായിരുന്നു. അപ്പോൾ 2024 ജനുവരി മാസത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ്? കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. ഇനി 17 രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതായിരുന്നു? രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു നഗരമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടത്. ആ നഗരം ഏതാന്ന് ചോദിച്ചാൽ ഏതാ? കോഴിക്കോടാണ്. ഓപ്ഷൻ സി കോഴിക്കോടാണ്. 18ാമത്തെ ചോദ്യം. 2023 പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായ ചുണ്ടൻ ഏതാണ്? 2023 പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് ആരാ? ജേതാക്കളായത് വിയ്യപുരം ചുണ്ടനാണ്. ഓപ്ഷൻ എ വിയ്യപുരം ചുണ്ടനാണ്. 2023 പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായതാരാ? വിയ്യപുരം ചുണ്ടനാണ്. ഇനി 19 2023 ലോക ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2023 ലോക ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? ഓപ്ഷൻ ബി 7ാമതാണ് കേട്ടോ. 7ാം സ്ഥാനമാണ് 2023 ലോക ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7ാമതാണ്. ഇനി 20ാമത്തെ ചോദ്യം. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് സുഗതകുമാരിയുടെ സ്മരണക്കായിട്ട് സുഗതവനം പദ്ധതി ആരംഭിച്ചത്? അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് സുഗതകുമാരിയുടെ സ്മരണക്കായിട്ട് സുഗതവനം എന്ന പദ്ധതി ആരംഭിച്ചത്? എവിടെയാ? പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലാണ്. അതായത് ഗവർണർ, നമ്മുടെ മലയാളിയാണ് അവിടെ ഗവർണർ, ആനന്ദ ബോസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗവർണർ രാജ്ഭവനിലാണ് എന്ത്? ഈ സുഗതകുമാരിയുടെ സ്മരണക്കായിട്ട് സുഗതവനം എന്ന പദ്ധതി ആരംഭിച്ചത്. ഇപ്പോൾ ഒന്നുകൂടി നോക്കാം. 2024 ജനുവരി മാസത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം എവിടെയാണ്? കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബ് തിരുവനന്തപുരത്താണ്. അത് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം ഏതാണെന്ന് വെച്ചാൽ ഏതാ? കോഴിക്കോടാണ്. 2023 പ്രസിഡൻസ് ട്രോഫി വള്ളംകളി ജേതാക്കളായതാരാ? വിയ്യപുരം ചുണ്ടനാണ്. 2023 ലോക ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 2023 2023 ലോക ക്ലൈമറ്റ് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? 7 അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് സുഗതകുമാരിയുടെ സ്മരണക്കായിട്ട് സുഗതവനം പദ്ധതി ആരംഭിച്ചത്? എവിടെയാ? നമ്മുടെ പശ്ചിമ ബംഗാളിലെ ഗവർണർ ഓഫീസായ രാജ്ഭവനിലാണ്. ഇനി 21ാമത്തെ ചോദ്യം. മികച്ച വനിതാ ടെന്നീസ് താരത്തിനുള്ള WTA പ്ലെയർ ഓഫ് ദ ഇയർ 2023 പുരസ്കാരത്തിന് അർഹയായത് ആരായിരുന്നു? 2023 WTA മികച്ച താരത്തിനുള്ള വനിതാ താരത്തിനുള്ള അവാർഡ് ആർക്കാ കിട്ടിയതെന്ന് ചോദിച്ചാൽ ആർക്കാ? ഇഗ സ്വൈടെക് ആണ്. ഓപ്ഷൻ ബി ഇഗ സ്വൈടെക്കിനാണ്. 22ാമത്തെ ചോദ്യം. 88 വർഷത്തിനിടെ വനിതാ ടെസ്റ്റിൽ ഒരു ദിവസം 400-ലധികം റൺസ് നേടുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയ രാജ്യം ഏതാണ്? 88 വർഷത്തിനിടെ വനിതാ ടെസ്റ്റിൽ ഒരു ദിവസം 400-ലധികം റൺസ് നേടുന്ന ആദ്യത്തെ രാജ്യമായിട്ട് മാറിയത് ഏതാ? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. ഓപ്ഷൻ എ ഇന്ത്യയാണ്. ഇനി 23ാമത്തെ ചോദ്യം. തെലങ്കാനയിൽ സ്ഥാപിതമാകുന്ന സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ പേര് എന്താണ്? തെലങ്കാനയിൽ സ്ഥാപിതമാകുന്ന സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ പേര് എന്താണ്?
എന്താ സമ്മക്ക സരക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാണ് കേട്ടോ. സമ്മക്ക സരക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിതമാകുന്നത്? തെലുങ്കാനയിലാണ്. എന്താ പ്രത്യേകത? ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ തെലുങ്കാനയിൽ സ്ഥാപിതമാകുന്ന സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് എന്ത്? സമ്മക്ക സരക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റി, ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇനി 2023 ഡിസംബർ മാസത്തിൽ നീറ്റിലിറക്കിയ മുംബൈ കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ടാണ് ബരാക്കുഡ. ഓപ്ഷൻ എ ബരാക്കുഡ. 2023 ഡിസംബർ മാസത്തിൽ നീറ്റിലിറക്കിയ മുംബൈ കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിർമ്മിച്ച ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ടാണ് ഇത് ബരാക്കുഡ എന്ന് പറയുന്നത്. ഇനി 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്? കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്? എവിടെയാ? കോന്നിയിലാണ് കേട്ടോ. കോന്നിയാണ്. ഓപ്ഷൻ ബി കോന്നിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് എവിടെയാ? കോന്നിയിലാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റ് എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതാണ്? 2024 ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതായിരുന്നു? കാപ്പാട് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് ബീച്ചിനാണ് കിട്ടിയത്. 27 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മത്സരം നിയന്ത്രിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുത്ത ആദ്യത്തെ വനിതാ റഫറി ആരാണ്? ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മത്സരം നിയന്ത്രിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുത്ത ആദ്യത്തെ വനിതാ റഫറി ആരായിരുന്നു? റബേക്ക വെൽഷ് ആണ് കേട്ടോ. റബേക്ക വെൽഷ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മത്സരം നിയന്ത്രിക്കുന്നതിനായിട്ട് തിരഞ്ഞെടുത്ത ആദ്യത്തെ വനിതാ റഫറിയാണ് ആര്? റബേക്ക വെൽഷ്. 28 ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാണ്? അഹമ്മദാബാദ് ആണ് കേട്ടോ. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത്. ഇനി 29 16ാം ധനകാര്യ കമ്മീഷനിലെ അംഗമായ മലയാളി ആരാണ്? 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി അല്ലേ? നമുക്കറിയാം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, ഇത് 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ് നിലവിലുള്ളത് അല്ലേ? ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? അരവിന്ദ് പനഗിരിയാണ് 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അതിൽ അംഗമായൊരു മലയാളി വനിതയുണ്ട്. ആരായിരുന്നു അത്? അതാണ് ആനി ജോർജ്. ഓപ്ഷൻ സി ആനി ജോർജ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതയാണ് ആര്? ആനി ജോർജ്. ഇനി 30ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 2024 ഭാരതരത്ന നേടിയവർ ആരൊക്കെയാണ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ 2024 ഭാരതരത്ന ലഭിച്ചവർ ആയിരിക്കാം. 1 കർപ്പൂരി ഠാക്കൂർ ഉണ്ട്. ഓപ്ഷൻ ബി. രണ്ടാമത്തത് LK അദ്വാനി. ഓപ്ഷൻ സി PV നരസിംഹറാവു. ഓപ്ഷൻ ഡി VP സിംഗ്. ഓപ്ഷൻ ഇ ചൗധരി ചരൺ സിംഗ്. ഓപ്ഷൻ എഫ് MS സ്വാമിനാഥൻ. ഇതിൽ ആരൊക്കെയാണ്? എഫ് വരെ ഉള്ളതിൽ ആർക്കൊക്കെയാണ് 2024 ഭാരതരത്ന ലഭിച്ചത്? 5 പേർക്ക് ലഭിച്ചിട്ടുള്ളൂ കേട്ടോ. എന്തായാലും 2024 5 പേർക്കാണ് ഭാരതത്തിന് ലഭിച്ചത്. ഇവിടെ 6 പേരുണ്ട്, ഒരാൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നോക്കിയാലും മതി. ആർക്കാണ് കിട്ടാതിരുന്നത്? VP സിംഗിന് എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല കേട്ടോ. VP സിംഗിന് കിട്ടിയിട്ടില്ല. ബാക്കി 5 പേർക്കാണ് എന്ത് 2024 ഭാരതരത്ന ലഭിച്ചത്. അപ്പോൾ ഓപ്ഷൻ എന്താ വരിക? ABCEF. അല്ലെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അപ്പോൾ 2024 ഭാരതരത്ന ലഭിച്ചവരാണ് ആർക്കൊക്കെ? കർപ്പൂരി ഠാക്കൂർ, ലാൽ കൃഷ്ണ അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, അതുപോലെ മലയാളിയായിട്ടുള്ള MS സ്വാമിനാഥൻ. അങ്ങനെ 5 പേർക്കാണ് 2024 ഭാരതരത്നം ലഭിച്ചത്. ഓർക്ക് 16ാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളിയാരാ? ആനി ജോർജ് എന്ന കാര്യം ഓർത്തു വെക്കാം. നിലവിൽ 16ാം ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷനാരാ? അരവിന്ദ് പനഗിരിയാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് എവിടെയാ? അഹമ്മദാബാദിലാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ മത്സരം നിയന്ത്രിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുത്ത ആദ്യത്തെ വനിതാ റഫറി ആരാന്ന് ചോദിച്ചാൽ ആരാ? റബേക്ക വെൽഷ് ആണ്. റബേക്ക വെൽഷ്. ഇനി 2024 ഫെബ്രുവരി മാസത്തിൽ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷൻ നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ബീച്ച് ഏതായിരുന്നു? കാപ്പാട് ബീച്ചാണ്. കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് വരുന്നത്? കോന്നിയിലാണ് കേട്ടോ. കോന്നിയിലാണ്
ഇനി 2023 ഡിസംബർ മാസത്തിൽ നീറ്റിലിറക്കിയ മുംബൈ കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ടാണ് ഇത് ബരാക്കുഡ. സോളാർ വൈദ്യുത ബോട്ടാണ് ഇത് ബരാക്കുഡ. ഇനി തെലങ്കാനയിൽ സ്ഥാപിതമാകുന്ന സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയുടെ പേരെന്താ? സമ്മക്ക സരക്ക സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാണ്. ഇനി 88 വർഷത്തിനിടെ വനിതാ ടെസ്റ്റിൽ ഒരു ദിവസം 400-ലധികം റൺസ് നേടുന്ന ആദ്യത്തെ രാജ്യം ഏതാണെന്ന് വെച്ചാൽ ഏതാ? ഇന്ത്യയാണ്. ഇനി മികച്ച വനിതാ ടെന്നീസ് താരത്തിനുള്ള WTA പ്ലെയർ ഓഫ് ദ ഇയർ 2023 അവാർഡ് ലഭിച്ചതാർക്ക് ഇഗ സ്വൈറ്റക്കിനാണെന്ന കാര്യം ഓർത്തുവെക്കുക. ഇനി 31ാമത്തെ ചോദ്യം, പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ MP ആരാണ്? പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ MP ആരാ? സത്നാം സിംഗ് സന്ധു ആണ് കേട്ടോ. സത്നാം സിംഗ് സന്ധു ആണ്. ഓപ്ഷൻ എ സത്നാം സിംഗ് സന്ധു ആണ്. 32ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കായിട്ട് മാറിയത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കായിട്ട് മാറിയത് ഏതാ? മാനാഞ്ചിറ സ്ക്വയർ ആണ് കേട്ടോ. മാനാഞ്ചിറ സ്ക്വയർ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്കായിട്ട് മാറിയത് ഏതാ? മാനാഞ്ചിറ സ്ക്വയർ ആണ്. 33, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആഭ്യന്തരമായിട്ട് വികസിപ്പിച്ച ChatGPT മാതൃകയിലുള്ള സംവിധാനം ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആഭ്യന്തരമായിട്ട് വികസിപ്പിച്ച ChatGPT മാതൃകയുള്ള സംവിധാനം ഏതാ? ഹനുമാൻ ആണ് കേട്ടോ. ഹനുമാൻ. ഓപ്ഷൻ സി ഹനുമാൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആഭ്യന്തരമായിട്ട് വികസിപ്പിച്ച ChatGPT മാതൃകയുള്ള സംവിധാനമാണിത്, ഹനുമാൻ. 34, ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാ? ഒഡീഷ്യസ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ഒഡീഷ്യസ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണിത്, ഒഡീഷ്യസ്. 35ാമത്തെ ചോദ്യം, അടുത്തിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ രാജ്യം ഏതാണ്? അടുത്തിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ രാജ്യം ഏതാ? മ്യാൻമർ ആണ് കേട്ടോ. മ്യാൻമർ. ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള മ്യാൻമർ ആണ് അടുത്തിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ രാജ്യം. 36, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നയത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നയത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ് കേട്ടോ. ഓപ്ഷൻ ബി തമിഴ്നാടാണ്. ഓക്കെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നയത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമാണിത്, തമിഴ്നാട്. ഇനി 37, ഏകദിന ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം നേടിയ ടീം ഏതാണ് അല്ലെങ്കിൽ രാജ്യം ഏതാണ്? ഏകദിന ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം നേടിയ ടീം ഏതാ? ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഇന്ത്യ തന്നെയാണ്. ഇനി 38, 2023 നടന്ന ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? 2023 നടന്ന ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ഒലി എന്ന ആമയാണ് കേട്ടോ. ഒലി എന്ന ആമയായിരുന്നു കേട്ടോ. എവിടെ വെച്ചായിരുന്നു നടന്നത്? ഒഡീഷയിൽ വെച്ചായിരുന്നു അല്ലേ നടന്നത്. ഇനി 39, അടുത്തിടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നൊബേൽ സമ്മാന ജേതാവായ അമർത്യാസൻ രചിച്ച പുസ്തകം ഏതായിരുന്നു? അടുത്തിടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നൊബേൽ സമ്മാന ജേതാവായ അമർത്യാസൻ രചിച്ച പുസ്തകം ഏതായിരുന്നു? ഏതാ? താർക്കികരായ ഇന്ത്യക്കാരായിരുന്നു കേട്ടോ. ഓപ്ഷൻ സി താർക്കികരായ ഇന്ത്യക്കാർ എന്നുള്ളതായിരുന്നു. ഈ 40, ഇന്ത്യയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇന്ത്യയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏതായിരുന്നു പദ്ധതി? വിസിറ്റ് ഇന്ത്യ 2023 ആയിരുന്നു കേട്ടോ. വിസിറ്റ് ഇന്ത്യ 2023 ആയിരുന്നു.
ഇന്ത്യയിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഇത് വിസിറ്റ് ഇന്ത്യ 2023. ഇനി അടുത്തിടെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നൊബേൽ സമ്മാന ജേതാവായ അമർത്യ സെൻ രചിച്ച പുസ്തകം ഏതായിരുന്നു? താർക്കികരായ ഇന്ത്യക്കാരാണ്. അതുപോലെ 2023 ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്താ? ഒല്ലി എന്ന് പറയുന്ന ആമയായിരുന്നു. ഏകദിന ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം നേടിയ ടീം ഏതാ? ഇന്ത്യയാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നയത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയത് ഏതാ? തമിഴ്നാടാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 വർഷത്തെ സൈനിക സേവനം നിർബന്ധമാക്കിയ രാജ്യമാണ് ഇത് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള മ്യാൻമർ. ചന്ദ്രനിലിറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകമാണ് ഇത് ഒഡീഷ്യസ് എന്ന് പറയുന്നത്. ഒഡീഷ്യസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആഭ്യന്തരമായിട്ട് വികസിപ്പിച്ച ചാറ്റ് GPT മാതൃകയുള്ള സംവിധാനത്തിൻ്റെ പേരാണെന്ത്? ഹനുമാനാണ്. ഹനുമാൻ കേരളത്തിലെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണെന്ന് വെച്ചാൽ ഏതാ? കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയർ ആണ്. ഇനി പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യത്തെ MP ആരായിരുന്നു? സത്നാം സിംഗ് സന്ധു ആണ് കേട്ടോ. സത്നാം സിംഗ് സന്ധു ആണ്. 41ാമത്തെ ചോദ്യം, 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരായിരുന്നു? ടെഹംടൺ ഇ ഉഡ്വാഡിയ കേട്ടോ. ടെഹംടൺ ഇ ഉഡ്വാഡിയ. ഓപ്ഷൻ സി ടെഹംടൺ ഇ ഉഡ്വാഡിയ. 42 റെവല്യൂഷണറീസ് ദ അതർ സ്റ്റോറി ഓഫ് ഹൗ ഇന്ത്യ വോൺ ഇറ്റ്സ് ഫ്രീഡം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? റെവല്യൂഷണറീസ് ദ അതർ സ്റ്റോറി ഓഫ് ഹൗ ഇന്ത്യ വോൺ ഇറ്റ്സ് ഫ്രീഡം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാ? സഞ്ജീവ് സന്യാലാണ്. ഓപ്ഷൻ ഡി സഞ്ജീവ് സന്യാലാണ്. 43 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാട്. ഓപ്ഷൻ ബി തമിഴ്നാട്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായ സംസ്ഥാനമാണിത് തമിഴ്നാട്. 44 തദ്ദേശീയ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2023 സ്കൂളുകളിൽ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? തദ്ദേശീയ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2023 മുതൽ സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഏതാ? ഭാരതീയ ഗെയിംസ് ആണ്. ഓപ്ഷൻ എ ഭാരതീയ ഗെയിംസ്. 45 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെൻറ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെൻറ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? എവിടെയായിരുന്നു? മേഘാലയയിലെ ഷില്ലോങ്ങിലാണ് കേട്ടോ. ഷില്ലോങ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെൻറ്റർ ആരംഭിക്കുന്നത് എവിടെയാണ്? ഷില്ലോങ്ങിലാണ്. 46 ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ച മൊബൈൽ OS ഏതാണ്? ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ? ബാർ OS ആണ് കേട്ടോ. ബാർ OS. ഇന്ത്യ ആദ്യമായിട്ട് നിർമ്മിച്ച മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത് ബാർ OS. 47 അടുത്തിടെ ഏത് ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശത്തിലെ 21 ദ്വീപുകളെയാണ് പരംവീർ ചക്ര അവാർഡ് ജേതാക്കളുടെ പേരിൽ പുനർനാമകരണം ചെയ്തത്? അടുത്തിടെ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലെ 21 ദ്വീപുകളെയാണ് പരംവീർ ചക്ര അവാർഡ് ജേതാക്കളുടെ പേരിൽ പുനർനാമകരണം ചെയ്തത്? എവിടുത്തെയായിരുന്നു? ആൻഡമാൻ നിക്കോബാറിലാണ്. ഓപ്ഷൻ എ ആൻഡമാൻ നിക്കോബാറിലെ ദ്വീപുകളിലാണ് 21 ദ്വീപുകൾക്ക് ആരുടെ പേരാണ് നൽകിയത്? പരംവീർ ചക്ര ജേതാക്കളുടെ പേരിൽ പുനർനാമകരണം ചെയ്തത്. 48 ശ്രീലങ്കയുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഛായാചിത്രം ഉൾപ്പെടുത്തിയാണ് സ്റ്റാമ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ശ്രീലങ്കയുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഛായാചിത്രം ഉൾപ്പെടുത്തിയാണ് സ്റ്റാമ്പ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ആരതാ? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ് കേട്ടോ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ്. ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു. 49 മതം മാധ്യമം മാർക്സിസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മതം മാധ്യമം മാർക്സിസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. മതം മാധ്യമം മാർക്സിസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാ? പിണറായി വിജയനാണ്. 50ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏതാണ്?
ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏതാ? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ് കേട്ടോ. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഏതാ? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. മതം മാധ്യമം മാക്സിസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര? പിണറായി വിജയനാണ്. ശ്രീലങ്കയുടെ 75ാമത് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്റ്റാമ്പാ നിർമ്മിക്കാൻ തീരുമാനിച്ചത്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. അടുത്തിടെ ഏത് ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശത്തിലെ 21 ദ്വീപുകളെയാണ് പരംവീർ ചക്ര അവാർഡ് ജേതാക്കളുടെ പേരിൽ പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതാ? ആൻഡമാൻ നിക്കോബാറിലെയാണ്. ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് ബാർ OS. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓൺലൈൻ ഗെയിമിംഗ് എക്സലൻസ് സെൻറ്റർ ആരംഭിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ മേഘാലയയിലെ ഷില്ലോങ്ങിലാണ്. ഇനി സ്കൂളുകളിൽ തദ്ദേശീയ കായിക ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് 2023 മുതൽ സ്കൂളുകളിൽ ആരംഭിച്ച പദ്ധതിയാണിത്, ഭാരതീയ ഗെയിംസ്. ഇനി 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദിയായത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഇനി റവല്യൂഷണറീസ് ദ അതർ സ്റ്റോറി ഓഫ് ഹൗ ഇന്ത്യ വൺ ഇറ്റ്സ് ഫ്രീഡം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാര? സഞ്ജീവ് സന്യാലാണ്. 2023 ജനുവരി മാസത്തിൽ അന്തരിച്ച ഇന്ത്യയിലെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ടെഹംടൺ ഇ ഉദ്വാഡിയ. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ കാണാം.